ഈ വീട് മാറുകയാണ്. അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വച്ചിരിക്കുകയാണ്. കണ്ടോ, ആച്ചി അവിടെ എല്ലാം കയറ്റുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് മാറിയിട്ട് കങ്ങരപ്പടിയിലേക്ക് മാറുകയാണ്. ഇതൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം വണ്ടി കയറ്റി വീട്ടിൽ കൊണ്ടുവെക്കണം. അടുത്ത ആഴ്ചയാണ് വീട് മാറുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റി പൊക്കൊണ്ടിരിക്കുകയാണ്. ബ്ലറ് ആച്ചി എനിക്ക് ഐഫോൺ മേടിച്ചിട്ട് ബ്ലറൊക്കെ മാറ്റാൻ. ഓക്കെ, വണ്ടിയിലാണ് പോണത്. അച്ഛനും അമ്മൻ്റെ ആ കാറിൽ കുറേ സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട്. നമ്മളിത് വണ്ടി ഫുൾ നിറച്ച് സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് സാധനങ്ങൾ കയറ്റാനുണ്ട്. എന്തായാലും ഒരാഴ്ചത്തെ പണിയുണ്ട്. നമ്മുടെ പുതിയ വീട് അച്ഛനും അമ്മയും താക്കോലും എണിക്കാൻ പോയിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് സൈഡ് വശം. പുറത്തൊരു ബാത്റൂമുണ്ട്. പിന്നെ ഇതാണ് ബാക്ക് സൈഡ്. ഇതാണ് ബാത്റൂമുകൾ, രണ്ടെണ്ണം ഉണ്ട് പുറത്ത്. ഇത് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി, ഇത് മുകളിലേക്ക് കയറിപ്പോയുള്ള വഴി. ചുറ്റിനും വീടുകളുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ വേപ്പില കിട്ടും. ഇനി കറികളിൽ മൊത്തം വേപ്പിലായിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ഗേറ്റ്. നമുക്കിങ്ങനെ കയറി കാണുമ്പോഴാണുള്ളതാണ് നമ്മുടെ വീട്. ഞങ്ങളങ്ങനെ അടുത്ത ട്രിപ്പ് സാധനങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ വെച്ചിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് ഒരു സമയം 3 മണിയായി. അപ്പോഴേക്കും ഞങ്ങൾ അടുത്തത് കയറ്റിക്കൊണ്ടുപോകും. ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴാണ് ഹോളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മുറിയുണ്ട്. ഇതാണ് ഒരു മുറി. ഈ മുറിയിലാണ് നമ്മൾ കൂടുതൽ സാധനങ്ങൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ വെച്ചിരിക്കുന്നത്. മിക്കവാറും ആച്ചിയും അമ്മാമ്മയൊക്കെ ഈ റൂമിലായിരിക്കും. അത് ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോഴാണ് ഇവിടെ ഒരു റൂമുള്ളത്. ഇവിടെ നമ്മൾ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണെന്ന് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റൂം. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ചെറിയൊരു ബാത്റൂമാണ്. ഇതാണ് വലിയ റൂം. അത് കഴിഞ്ഞ് ഇങ്ങനെ പോയി കഴിയുമ്പോഴാണ് അടുക്കള. അടുക്കളയുടെ ഇവിടെ തന്നെ ചെറിയ ഒരു സ്റ്റോർ റൂം പോലത്തെ ഒരു സ്ഥലമുണ്ട്. സ്റ്റോർ റൂം കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വേറൊരു അടുക്കളയുണ്ട്. പിന്നെ ഇങ്ങനെ നടന്ന് ഇവിടെ ആണ് പുകയില്ലാത്ത അടുപ്പ്. ഇവിടെ ഇത്. പിന്നെ പുറത്തേക്ക് ബാക്കിലേക്ക് ഇറങ്ങാനുള്ള വഴി അതാണിത്. ഇതാണ് പുറത്തുള്ള ബാത്റൂമിൻ്റെ അവസ്ഥ. നമ്മൾ ഇങ്ങനെ വരാൻ നേരത്ത് വണ്ടിയുടെ കാറ്റൊക്കെ പോയി. അപ്പോൾ നമ്മളിതിപ്പോൾ കാറ്റടിക്കാൻ നിർത്തിയേക്കാണ് ഇവിടെ. സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ റോസാ മാങ്കോയിൽ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. പത്തിരിയും ബീഫ് പള്ളിക്കറിയും എഗ് റോസ്റ്റും അപ്പവും ആണ് പറഞ്ഞത്. കയറ്റി കഴിഞ്ഞ് ഇനി അവിടെ ചുറ്റും ഇറക്കണം. എല്ലാം കയറ്റി കഴിഞ്ഞപ്പോൾ ഒന്നേക്കെല്ലാം പടയായിട്ട് അർജന്റീന ജേഴ്സി കിട്ടണം. അങ്ങനെ സാധനങ്ങളായിട്ട് നമ്മൾ പോവാണ്. നമ്മൾ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, ഈ രമേഷ് പിഷാരടി ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ വന്നെ കണ്ടിട്ടുണ്ടാവും. അത് ഏതാ പടം? എടാ രമേഷ് പിഷാരടി മറ്റേ മറക്ബർ അന്തോണിയില് അതേപോലെ എത്തിയിരിക്കുവാണ്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഇത് എത്തി. ആദ്യത്തെ ട്രിപ്പ് ഇറക്കി ഇതേ ചായ കുടിക്കാൻ വന്നിരിക്കുവാണ്. ചാക്കിന്റെ സ്റ്റൈല് കണ്ടോ, സ്റ്റൈല്. ഇല്ല, പറക്കുന്ന വണ്ടി കാടാണല്ലോ.
എന്ത് ശരിയാ താഴ്ത്തി വെക്കാൻ പിടിക്കണേ അരണക്കുഞ്ഞ് ഇയാളീ കഥ കണ്ടിക്കാൻ എടുക്കണം നമ്മൾ ജിമ്മനല്ലോ വേണ്ട എന്നെപ്പോഴും കാണുന്നൊരു ഭാഗ്യം കരണ്ട് ഡൈനിങ് ടേബിൾ പുറത്തിറക്കാനുള്ള കഷ്ടപ്പാട് നീ അങ്ങനെ അപ്പൊ ഇത് വരും അങ്ങനെ നീ കട്ടിലും ബെഡൊക്കെ കൊണ്ടുപോവാണ്. യെസ്, അമ്മയോട് അന്യായ ഊണിന് അനന്ത് എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് വീണ്ടും താലില്. നമ്മുടെ കൂടെ സന്തോഷേട്ടനുണ്ട്. ഗായ്സ്, ഞങ്ങളപ്പോൾ അടുത്ത ട്രിപ്പ് സാധനങ്ങളും കയറ്റിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നിപ്പോൾ കാശി വന്നിട്ടുണ്ട് കേട്ടോ. രണ്ട് ദിവസം ഉണ്ടായില്ല, അപ്പോൾ കാശി എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ അക്വറിയവും പിന്നെ വേറെ TV കുറേ സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട്. അവിടെ വെല്ലിച്ചനും സ്വാതിയും എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണം. അച്ഛനും അമ്മ ഇപ്പോൾ വന്നുള്ളൂ. അപ്പോൾ അച്ഛനും അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. പക്ഷെ അവർ വരാൻ ലേറ്റ് ആയി. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇനി വിളിച്ചിട്ട് കാണാം. തിരിച്ചു പോകും. അവരതാ കാക്കനാടിക്ക് പോകും. നാളെ നമ്മളിവിടെ വീട്ടിൽ കയറാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് വെള്ളിയാഴ്ച. പുതിയ കൂട്ടുകാരൻ കണ്ടോ, ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ കിസ് അടിക്കാനുണ്ടായിരുന്നു. ഗായ്സ്, അങ്ങനെ ഇത് അവസാനത്തെ ദിവസത്തെ ഹൗസ് ഷിഫ്റ്റിംഗ് ആണ്. അടുക്കളയിലുള്ള സാധനങ്ങളും പിന്നെ ഞങ്ങളിവിടെ കിടക്കാനൊക്കെ ഉപയോഗിച്ച കുറച്ച് ബെഡ്ഷീറ്റും തലേണയും ബെഡൊക്കെ ഉണ്ട്. ഇനി കമ്പ്യൂട്ടർ വയ്ക്കാനുണ്ട്. ഇനി ഇവിടെ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇനി കത്തിച്ചറിയണം. അപ്പോൾ ഇത് നമ്മൾ വന്ന പോലെ ഏകദേശം ആക്കിയെടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അടുക്കളയിലത്തെ ഒരു അവസ്ഥ. ഇതിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കുറച്ച് ഫുഡ് മാത്രമേ ഉള്ളൂ. ബാക്കി ഇവിടെ മൊത്തം കാലിയാക്കി, ഇവിടെ മൊത്തം കാലിയാക്കി. മുകളിൽ ഇവിടെ നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ പായയും സാധനം മണിക്കായി ഇത് കുറച്ചെടുക്കാനുണ്ട്. അതുകൂടി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ബാത്റൂമിലും ഏകദേശം ക്ലീനാണ്.
ഗായ്സ് അങ്ങനെ ഓൾമോസ്റ്റ് ഈ റൂം സെറ്റ് ചെയ്തു. ഇനി ലാസ്റ്റ് ട്രിപ്പ് സാധനങ്ങളോട് എടുക്കാൻ എൻ്റെ വീട്ടിൽ പോയിട്ട്. ഗായ്സ് അങ്ങനെ അവസാനം വന്ന കുറേ സാധനങ്ങൾ കാശി കത്തിച്ചളയാണ്. ഇവിടെ മിത്തുവിൻ്റെ ഒക്കെ സൈക്കിൾ ഇരിക്കുന്നുണ്ട്. ഇനി ഇതെന്ത് ചെയ്യുമെന്ന് ആർക്കറിയാം. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. നാളെ രാവിലെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇവിടുത്തെ വേസ്റ്റൊക്കെ അടിച്ചു കളഞ്ഞു. ഇനി ഒന്ന് തുടച്ചെടുക്കാനായിട്ട്. കണ്ടോ, ഇതായിരുന്നു ഞങ്ങൾ താമസിച്ച വീട്. അടച്ചോടത്ത് ഞാനത് തുറന്ന ബാത്റൂം. ഇതായിരുന്നു എൻ്റെ റൂം. എല്ലാവരും എത്തിയിട്ടുണ്ട്. കോമ്പൗണ്ട് ഫുൾ വണ്ടിയായി. അത് മിത്തു ഹോണ്ട സിറ്റിയിൽ നിന്ന് മാസമായി ഇറങ്ങും. ബൈക്ക് ഇത് അത് എൻ്റെ ബൈക്ക്. ഇത് ജിനമിത്രയുടെയൊക്കെ ടൂ വീലർ. അത് അനന്തുവിൻ്റെ ടൂ വീലർ. ഇത് മിത്തുവിൻ്റെയൊക്കെ ഇയോൺ. ഇത് മിത്തുവിൻ്റെയൊക്കെ ഹോണ്ട സിറ്റി. പിന്നെ അത് നമ്മുടെ എർട്ടിഗയും ഇയോണും. ഇനി വല്ലിച്ചൻ്റെ ട്രൈബറും അമ്മാവൻ്റെ സ്വിഫ്റ്റും കൂടി വരാനുണ്ട്. എല്ലാവരും എത്തിയിരിക്കുകയാണ്. ശുണ്യമ്മ എത്തി. ആവണ്ണി ചാക്കിനെ കണ്ട ലുക്കല്ലേ? കണ്ടാ പുതിയ GTA 6 ലുക്കാ വിളിയുടെ. എൻ്റെ അമ്മയുടെ അമ്മ. ജാദേ ആരം ഹായ്. ഈ റൂമിൽ കൂടി ഇനി വൃത്തിയാക്കി എടുക്കാണ്ട്. വല്യമ്മച്ച അതിൻ്റെ പണിയിലാണ്. അടുക്കളപ്പണിയിലാണ്. കണ്ടെത്തിയിരിക്കുകയാണ് ഗായ്സ്. അതാ സൈവ ബോൾ കുട്ടിക്കളി. എന്താ ഇവിടെ പരിപാടി? കുഞ്ഞാവ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അല്ലേ? ആ ചോറ് കഴിക്കാം. അല്ലേ, ചോറ് നമുക്ക് ചിക്കനും കഴിക്കാം. ഗായ്സ് അപ്പം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാണ്. വേണ്ട കടി വേണ്ട. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കങ്ങരപ്പടി സ്റ്റേഡിയമാണ്. ഇനീഷ്യേറ്റീവ് ബൈ പി രാജീവ് MLA. ഇതാണ് ഗ്രൗണ്ട്. ഇവിടെ വന്ന് കളിക്കുന്നതിന് പ്രത്യേക പെർമിഷനൊന്നും വേണ്ട. അല്ല ടൂർണമെൻറ്റൊക്കെ കളിക്കണമെങ്കിൽ പെർമിഷൻ എടുത്താലാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇടാം. അവിടെ ഫ്ലഡ് ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ രാത്രി കളിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കളിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു ദിവസം നമുക്കിവിടെ കളിക്കുന്ന ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറി. ഇനിയിപ്പോൾ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം മിക്കവാറും ഈ വീട്ടിൽ തന്നെ ആയിരിക്കും. ഒന്നെങ്കിൽ അമ്മയ്ക്ക് വേറെ ട്രാൻസ്ഫർ ആകുന്ന വരെ, അല്ലെങ്കിൽ നമ്മൾ പുതിയ വീട് മേടിക്കുന്ന വരെ മിക്കവാറും ഈ വീട്ടിൽ തന്നെ ആയിരിക്കും. കങ്ങരപ്പടി ജംഗ്ഷൻ്റെ തൊട്ട് പുറകിൽ SNDP അമ്പലത്തിനോടും സ്കൂളിനോടൊക്കെ ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ വീട്. പിന്നെ തൊട്ടടുത്ത് നമ്മുടെ കളമശ്ശേരി സ്റ്റേഡിയം ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.